ഫലം പ്രതീക്ഷിച്ചിരുന്ന ഇടം കൂടിയാണ് രണ്ടാം ഘട്ടം. പക്ഷേ ഇതിലെടുത്തു പറയേണ്ടത് കിരൺ ഇവിടെ ജാതി സമവാക്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP-യെയും JDU-വിനെയും NDA-യെയും സംബന്ധിച്ചിടത്തോളം അവിടെ യാദവ വോട്ടുകൾ പോലും RJD-ക്ക് നഷ്ടമാകുന്നു എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മുന്നോക്ക വിഭാഗത്തിൽ കൃത്യമായ സ്വാധീനം NDA-ക്കുണ്ട്. ഏറ്റവും പിന്നോക്കം, അതായത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് പറയാവുന്ന അതിപിന്നോക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗങ്ങൾക്ക് ഇടയിലും NDA-ക്ക് സ്വാധീനമുണ്ട്. അതേസമയം OBC എന്ന് പറയുന്ന കാറ്റഗറി, ആ OBC കാറ്റഗറിയാണ് NDA-യുടെ അകന്നു നിൽക്കുന്നത്. അവിടെയാണ് RJD-ക്ക് വേരുറപ്പുള്ളത്, അവിടെയാണ് കോൺഗ്രസിന് കടന്നു കയറാൻ സാധിക്കുമായിരുന്നത്. പക്ഷേ ആ മേഖലകളിൽ അടക്കം ഇപ്പോൾ NDA മേൽക്കൈ നേടിയോ എന്നതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ജാതി സമവാക്യങ്ങൾ, ബീഹാറിന്റെ ജാതി സമവാക്യങ്ങൾ കൂടി മാറുകയാണ്. തീർച്ചയായും യാദവ വോട്ടുകൾ RJD-ക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്നത് അഭിലാഷ് സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ രംഗധാർ റീൽസ് പോലും അനുകൂലമായിട്ടില്ല RJD-ക്കും തേജസ്വിക്കും എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ മഹാഗഠബന്ധന്റെ ലീഡ് നില 57ലേക്ക് കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. 57ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 181 സീറ്റിലേക്ക് NDA എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറച്ചു നേരമായി 180. അതായത് 2020 തെരഞ്ഞെടുപ്പിൽ RJD-ക്ക് ലഭിച്ച സീറ്റുകൾ ഇപ്പോൾ മഹാഗഠബന്ധന് ആകെ നേടാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ തകർന്നടിയുന്നു മഹാഗഠബന്ധൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേടാവുന്ന സീറ്റുകളിലേക്ക് ഒരു മുന്നണി തകർന്നടിയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 108 സീറ്റുകളൊക്കെയാണ് ഏറ്റവും കൂടിയാൽ ലഭിക്കുക. ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് അധികാരത്തിലേറാൻ സാധിക്കും മഹാഗഠബന്ധന് എന്ന നിരീക്ഷണത്തിലേക്ക് എത്തിയിരുന്നത്. മറ്റ് എക്സിറ്റ് പോളുകൾ പരിശോധിച്ചാൽ അതിൽ 100 എന്നതൊക്കെ ആയിരുന്നു ഏറ്റവും ഉയർന്ന സംഖ്യ. പക്ഷേ അതിന് പകുതിയിലേക്ക് എത്തുന്നു. കേവലം 57 എന്ന് പറയുന്ന അങ്ങനെ അത്രമേൽ ചുരുങ്ങിപ്പോകുന്ന ഒരു സംഖ്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ പ്രകടനം. പക്ഷേ CPIML നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 6 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ പക്ഷേ തുടക്കത്തിൽ 3 സീറ്റുകളിൽ മാത്രമായിരുന്നു CPIML-ന് മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നത്. CPI-യും CPIM-ഉം 0 എന്ന നിലയിലായിരുന്നു ടാലിയായി നിന്നിരുന്നത്. അവിടെയാണ് നേരിയ തോതിലെങ്കിലും നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. CPI ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, CPIM ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. CPIML ഇപ്പോൾ നില മെച്ചപ്പെടുത്തുന്നു, 6 സീറ്റുകളിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. RJD 38ലേക്ക് തകർന്നടിഞ്ഞു. കോൺഗ്രസ് 19ൽ നിന്ന് 11ലേക്ക് താഴെ പോകുന്നു. NDA ആകട്ടെ നില 180ലേക്ക് മെച്ചപ്പെടുത്തുന്നു. 180 എന്ന വ്യക്തമായ മേൽക്കൈ, അങ്ങേയറ്റം അധികാരത്തിൽ സുരക്ഷിതമാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന ഒരു മേൽക്കൈയിലേക്ക്, ഏറ്റവും സുരക്ഷിതമായ ഒരു ടാലിയിലേക്ക്, കൗണ്ടിലേക്ക്, 180ലേക്ക് ഇപ്പോൾ BJP നേതൃത്വം നൽകുന്ന, JDU നേതൃത്വം നൽകുന്ന NDA സഖ്യം എത്തിയിരിക്കുന്നു. രേണുക, തീർച്ചയായും 243 സീറ്റുകൾ, ബീഹാറിലുള്ള 243 സീറ്റുകളിലെയും വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അവിടെ നിന്നുള്ള എല്ലാ സീറ്റുകളിലെയും ലീഡ് നില ലഭ്യമാകുമ്പോഴാണ് ഈ നില എന്നത് ഓർക്കണം. 180 NDA ഏതാണ്ട് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അവർ ഇതൊരു ക്ലിയർ സ്വീപ്പാണ്, ക്ലിയർ ട്രെൻഡാണ്. ഇനി ഇതിൽ കൂടുതൽ ഒരു അത്ഭുതം നടക്കാനില്ല, ഒരു മാറ്റവും ഉണ്ടാകാനില്ല ബീഹാറിൽ എന്ന നിലയിലേക്ക് എത്തുന്നു. നമ്മൾ ഇത് NDA-യുടെ ഇപ്പോഴത്തെ ലീഡ് ഒന്ന് വിശദമായി പരിശോധിച്ചാൽ JDU 78 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുൻ വർഷത്തേക്കാൾ 35 സീറ്റിലാണ് അവർ കൂടുതലായി ലീഡ് ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുള്ളത്. BJP 76 സീറ്റിൽ എന്ന് പറയുമ്പോൾ 2 സീറ്റുകൾ കൂടി കഴിഞ്ഞ തവണത്തേക്കാൾ അവർ നില മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. LNJP വരുമ്പോൾ 18 സീറ്റിൽ. അതിൽ BJP-യുടെ ഒരു തന്ത്രം കൂടിയാണ്. JDU-ന് പകരം ബീഹാറിൽ മറ്റൊരു പാർട്ടിയെ ശക്തി കേന്ദ്രമാക്കി കൊണ്ടുവരിക എന്ന BJP തന്ത്രം കൂടി അവിടെ ഫലം ചെയ്യുന്നു, ഫലം കാണുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. 18 സീറ്റിലേക്ക് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഉയരുന്നുവെങ്കിൽ അത് വലിയ സ്വീകാര്യതയാണ് NDA-ക്ക് അവിടെ ലഭിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. രേണു, ഒരു കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങൾ പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയുന്നു, ബീഹാറിലെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന ഡേറ്റകളെ ആധികാരമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ആധികാരികമായ വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അവിടെയാണ് 179 എന്ന NDA-യുടെ ലീഡ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഉള്ള റിപ്പോർട്ടുകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. വളരെ കൃത്യമായി JDU മേൽക്കൈ നേടുന്നു. 82 സീറ്റുകളിൽ ഇപ്പോൾ JDU മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ ഡേറ്റ. BJP 78 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ RJD 34ലേക്ക് ചുരുങ്ങുന്നു. LJP 22, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 22 ആണ്. ആ ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് അല്പം താമസിച്ചാണ്, കൂടുതൽ ആധികാരികതയോട് കൂടിയാണ്. ഒരു കാര്യം പ്രേക്ഷകരെ ഉറപ്പിച്ചു പറയുന്നു, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ഒരു ഘട്ടത്തിൽ പോലും
NDA പിന്നോട്ട് പോയില്ല. ഒരു ഘട്ടത്തിൽ പോലും NDAയുടെ മേൽക്കൈ മറികടക്കുന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അവിടെ മഹാഗഠബന്ധന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ സൂചനയാണ്, കൃത്യമായ സൂചനയാണ്. ഇനി ഇതിലൊരു മാറ്റമില്ല. ബീഹാറിൽ ഒരിക്കൽ കൂടി NDA പോസ്റ്റൽ വോട്ടുകൾ മുതൽ EVM-ന്റെ ഈ ഘട്ടം വരെ കൃത്യമായ ലീഡ് NDA തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിതീഷിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ BJPക്ക് പോലും നിതീഷിനെ മറികടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തി പ്രകടനം നിതീഷ് അവിടെ നടത്തിയിരിക്കുന്നു എന്നത് നമ്മൾ കാണണം. പക്ഷേ KP ഇത് ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കിരൺ നമുക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. കിരൺ, ഒരുപാട് മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഒരു പുത്തരിയല്ലാത്ത നേതാവാണ് നിതീഷ്. കേന്ദ്ര ഭരണം പോലും നിതീഷിന്റെ ഒക്കെ സീറ്റിന്റെ ബലത്തിലാണ് പോകുന്നതെന്ന് അറിയണം. ഇപ്പോൾ നിതീഷും മഹാഗഠബന്ധനും ഒപ്പം നിന്നാൽ ഭരണം സാധ്യമാകുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാകുമെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമോ? കേന്ദ്ര സർക്കാരിനെ പോലും വിറപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വേണമെങ്കിൽ നിതീഷിനൊരു വിലപേശൽ നടത്താൻ ഉള്ള സാഹചര്യം അത് സൃഷ്ടിക്കുമോ? രേണുക, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നതിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ബീഹാറിലെ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലായാലും അങ്ങനെയൊക്കെ മാറുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിജയങ്ങളൊക്കെ തെളിയിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 5 തവണയാണ് അദ്ദേഹം മുന്നണി മാറിയത്. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച് അധികാരത്തിലേക്ക് വന്നത് NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് 2020. അതിനുശേഷം 2022 അദ്ദേഹം NDA വിട്ട് മഹാഗഠബന്ധനൊപ്പം ചേർന്ന് അപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം മറ്റെന്ത് ഒരു കാരണവും പറയാതെ ആ മുന്നണിയിൽ നിന്ന് മാറി വീണ്ടും പഴയ NDAയിലേക്ക് തന്നെ പോകുന്നു. അവിടെയും മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2015 ഇങ്ങനെയായിരുന്നു അവസ്ഥ. 2015 ലാലു പ്രസാദ് യാദവ് ബദ്ധവൈരികളായി, ഒരു കാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നത് പിന്നീട് ബദ്ധവൈരികളായി മാറിയ ബീഹാറിലെ ഏറ്റവും ടോൾ ലീഡേഴ്സ് എന്ന് പറയാവുന്ന ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒന്നിച്ചു നിൽക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് BJPയെ നേരിടുന്നു. ആ മഹാഗഠബന്ധൻ 243 178 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്നു. ആ അധികാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഈ മഹാഗഠബന്ധനിൽ നിന്ന് വിട്ട് നിതീഷ് കുമാർ NDAയ്ക്കൊപ്പം പോകുന്നു. അവിടെ NDAയുടെ മുഖ്യമന്ത്രിയായി നിൽക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം NDAയ്ക്കൊപ്പം മത്സരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി നാളെ ഏത് സീറ്റ് കിട്ടിയാലും, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് മാറി മറുഭാഗത്ത് മുന്നണിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ കണക്കുകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ അതാണോ സാഹചര്യം എന്ന ചോദ്യം ഉയരുന്നില്ലേ? കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അവിടെയാണല്ലോ ഈ ഇരട്ട എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെക്കുറിച്ച് ആർക്കും ഒരാശങ്കയുമില്ല. ആ കൈ വിട്ടുകൊണ്ട് മഹാസഖ്യത്തിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണല്ലോ, മഹാസഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം പോരാടുന്ന, അതിന് സൗഹൃദ മത്സരം എന്ന് ഓമന പേരിട്ട 12 മണ്ഡലങ്ങൾ, മഹാഗഠബന്ധന്റെ ഭാഗമായ സഖ്യകക്ഷികൾ, ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചോ? എന്താണ് RJDയുടെ അവസ്ഥ? സീറ്റ് നില പകുതിയായി കുത്തനെ ഇടിയുന്നു. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? 19 നിന്ന് ഇപ്പോൾ 10-11 എന്ന നിലയിലേക്ക് എത്തുന്നു. CPIML 12 സീറ്റ് ഉണ്ടായിരുന്ന CPIML 6 എന്നതിലേക്ക് താഴുന്നു. CPIയും CPIMും ഓരോ സീറ്റുകളിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്നു. കണക്ക് പരിശോധിച്ചാൽ 50% സീറ്റുകൾ നഷ്ടമാകുന്നു. 2 സീറ്റ് എന്നത് ഒന്നാകുമ്പോൾ അവിടെ വോട്ട് നില അല്ലെങ്കിൽ സീറ്റ് നില 50% നഷ്ടമാകുന്നത്.